ഇവിടെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് മിനറോളജിയുടെ ആദ്യ ലെക്ചറാണ്. ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, ഡിസ്ക്രിപ്റ്റീവ് മിനറോളജിയിലേക്കുള്ളൊരു തുടക്കം എന്ന മട്ടിലാണ്. എങ്ങനെയാണ് എലമെൻറ്റ്സ് ഒക്കെ ഫോം ചെയ്തത്, എങ്ങനെയാണ് മൂലകങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് മലയാളത്തിൽ ക്ലാസ് എടുക്കുന്നതെന്നും വിചാരിക്കേണ്ട. നമ്മൾ ഏറ്റവും ബ്രീഫായിട്ട് നിങ്ങളുടെ ഡാറ്റ സേവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളുടെ വലിയൊരു വെല്ലുവിളി. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മളത് ചെറിയ ചെറിയ ലെക്ചറുകളായിട്ടാണ് നമുക്കിത് തരുന്നത്. ഇത് നമ്മുടെ ഫോർത്ത് സെമ്മിൻ്റെ മിനറോളജിയുടെ ഡിസ്ക്രിപ്റ്റീവ് പാർട്ടാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇത് വളരെ ബ്രീഫായ ഒരു ലെക്ചറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ കണ്ടൻറ്റ് ഇതിൽ ഓൾറെഡി സ്ലൈഡുകളിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ അതിൻ്റെ കൂടെ തന്നു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ അതിൻ്റെ തുടക്കത്തിൽ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം നമ്മൾ പഠിച്ചു. ഏതാണ്ട് ഒരു 13-12 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് അതുണ്ടാകുന്നത്. ഒരു ബിഗ് ബാങ് തിയറിയാണ് ഇതിന് പറയുന്നത്. ഓൾ ഓഫ് എ സഡൻ പെട്ടെന്ന് തന്നെ ഉണ്ടായ ഒരു വലിയൊരു പൊട്ടിത്തെറിയിലാണ് ദ്രവ്യമാകെ ഉണ്ടായത്. ഇപ്പോഴും നമുക്കറിയാം നമ്മുടെ ക്ഷീരപഥങ്ങൾ, നമ്മുടെ ഗാലക്സികളൊക്കെ തന്നെ പരസ്പരം അകന്നു പോകുന്നുണ്ട്. അതിനൊക്കെ തന്നെ ശാസ്ത്രീയമായ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇത് ഉണ്ടായ ഉടനെ പ്രപഞ്ചമാകെ ഉണ്ടായ ആ ഒരു സെക്കൻഡിൽ അവിടുന്ന് അങ്ങോട്ട് ഭയങ്കര ഉയർന്ന താപനിലയാണ് ഉണ്ടായത്. വെരി ഹൈ ടെമ്പറേച്ചറാണ്. എന്നിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരുന്നതിനൊപ്പം തന്നെ ടെമ്പറേച്ചേഴ്സ് നിയർ ഒരു ബില്യൺ ഡിഗ്രിയിലേക്കൊക്കെ താഴ്ന്നു വന്നു. ടെമ്പറേച്ചർ കുറഞ്ഞ് വന്നു നിന്നത് ഒരു ബില്യൺ ഡിഗ്രിയുടെ അടുത്താണ് എന്നുള്ളതാണ്. അപ്പോൾ തന്നെ അതിൻ്റെ സബാറ്റോമിക് പാർട്ടിക്കിൾസൊക്കെ തന്നെ പുതിയ ന്യൂക്ലിയൈ ഫോം ചെയ്യാൻ തുടങ്ങി. ഹൈഡ്രജൻ ആൻഡ് ഹീലിയമാണ് ആദ്യം ഫോം ചെയ്തത്. ദിസ് പ്രോസസ് വാസ് ഇൻക്രെഡിബിളി ബ്രീഫ്. ഒരു ഹാഫ് ആൻ അവറിലൊക്കെയാണ് ഈ പ്രോസസ്സൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇറ്റ് കണ്ടിന്യൂഡ് ഫോർ ഓൺലി ഹാഫ് ആൻ അവർ ഓർ സോ. ഹീലിയത്തിനേക്കാൾ കൂടുതൽ ആറ്റോമിക് മാസ്സുള്ള ഒരു മൂലകം തന്നെ അപ്പം ഉണ്ടായിട്ടില്ല. ഏതാണ്ട് ഒരു 7,50,000 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ കണക്കൂട്ടിയിട്ടുള്ളത്, അപ്പോൾ കുറഞ്ഞു വന്ന ടെമ്പറേച്ചർ ഏതാണ്ട് 1649 ഡിഗ്രി സെൽഷ്യസ് ആയി. അപ്പോൾ എന്തുണ്ടായിച്ചാൽ ന്യൂക്ലിയയും ഇലക്ട്രോണുകളും തമ്മിൽ കൂടി ചേർന്ന് പുതിയ മൂലകങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്തുണ്ടായ കുറഞ്ഞ താപനില അല്ലെങ്കിൽ കൂളർ ടെമ്പറേച്ചേഴ്സ് എന്തുണ്ടായിച്ചാൽ ദ്രവ്യം പല രൂപത്തിൽ അറ്റാച്ച് ചെയ്ത് പുതിയ രൂപത്തിലേക്ക് മാറാൻ തുടങ്ങി. അങ്ങനെയാണ് നക്ഷത്രങ്ങൾ, നെബുലകൾ, ക്ഷീരപഥങ്ങൾ അല്ലെങ്കിൽ ഗാലക്സികൾ ഒക്കെ ഫോം ചെയ്യാൻ തുടങ്ങി. ആകാശഗംഗകൾ, ഗാലക്സികൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇതിങ്ങനെ ഓരോന്ന് ഫോം ചെയ്യുന്നതിനൊപ്പം തന്നെ എന്തുണ്ടായിച്ചാൽ ഇതിൻ്റെയൊക്കെ തന്നെ മാസും ദ്രവ്യമാനവും അതുപോലെ തന്നെ അതിൻ്റെ ഗുരുത്വാകർഷണവും കൂടി വന്നു. അതുപോലെ തന്നെ അതിൻ്റെ കോർ പാർട്ടിലുള്ള താപനില ഉയരാൻ തുടങ്ങി. ഇത് നമ്മളെ ജസ്റ്റ് നമ്മളൊരു ടൈം ലൈനാണ്. യൂണിവേഴ്സ് എപ്പോൾ ഉണ്ടായി, നമ്മുടെ ഭൂമി അല്ലെങ്കിൽ സോളാർ സിസ്റ്റം എപ്പോൾ ഉണ്ടായി, നമ്മൾ ഓൾഡസ്റ്റ് ഫോസിലിൻ്റെ എന്താണ്, അതിൻ്റെ ഒരു പ്രായം എത്രയാണ്, ഇപ്പം നമ്മൾ എവിടെയാണ്, മനുഷ്യൻ വന്നത് എപ്പോഴാണ് എന്നൊക്കെ കാണിക്കുന്നൊരു ടൈം ലൈൻ ഓഫ് അവർ യൂണിവേഴ്സ് എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു, ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തിട്ട് അൾട്ടിമേറ്റ്ലി ടെമ്പറേച്ചേഴ്സ് ബിക്കം ഹോട്ട് ഇനഫ് ടു സസ്റ്റെയിൻ എ ന്യൂക്ലിയർ ഫർണസ് പവേർഡ് ബൈ ഹൈഡ്രജൻ ഫ്യൂഷൻ. എന്തുണ്ടായിച്ചാൽ ഒരു ഹൈഡ്രജൻ ഫ്യൂഷൻ വഴി ടെമ്പറേച്ചർ ഇങ്ങനെ ഒരു ന്യൂക്ലിയർ ഫർണസ് പ്രവർത്തിക്കുന്നത് പോലെ തന്നെ ഒരു സസ്റ്റെയിൻ ചെയ്തൊരു ടെമ്പറേച്ചറിലേക്ക് എത്തി. ദ ന്യൂക്ലിയർ റിയാക്ഷൻസ് ക്രിയേറ്റഡ് ഹെവിയർ എലമെൻറ്റ്സ്. ഈ ന്യൂക്ലിയർ റിയാക്ഷൻ്റെ ഫലമായിട്ട് എന്തുണ്ടായിച്ചാൽ ഹെവിയർ എലമെൻറ്റ്സ്, ഹൈഡ്രജനെ ഹീലിയത്തിനേക്കാൾ ഹെവിയർ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഫോം ചെയ്യാൻ തുടങ്ങി. through a series of complicated reactions occurring in steps at different temperatures. ഒരേ ടെമ്പറേച്ചറിൽ എല്ലാ റിയാക്ഷൻ നടന്നിട്ടില്ല. പല ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ അനുസരിച്ച് പല സ്റ്റെപ്പുകളിൽ പല റിയാക്ഷൻസ് വന്ന് പല മൂലകങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം എന്തുണ്ടായിച്ചാൽ ആദ്യം ഉണ്ടായ നക്ഷത്രങ്ങൾ പ്ലാനറ്റ്സിനെ അക്വയർ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ എന്നിട്ട് മാത്രമല്ല, അതിന് അങ്ങനെയുള്ള ഓർബിറ്റിംഗ് ബോഡീസിനെയൊക്കെ തന്നെ ഉപഗ്രഹങ്ങളായിട്ടും ഒക്കെ അക്വയർ ചെയ്യാൻ തുടങ്ങി. ടുഡേ ദ സ്പേസ് ബിറ്റ്വീൻ സ്റ്റാർസ്, നമ്മുടെ ഇൻ്റർസ്റ്റെല്ലാർ സ്പേസ് എന്ന് പറയുന്ന നക്ഷത്രങ്ങൾക്ക് ഇടയ്ക്കുള്ള സ്ഥലം മുഴുവൻ എന്താണെന്ന് വെച്ചാൽ ഹൈഡ്രജൻ, ഹീലിയം, ആ ഒറിജിനൽ പ്രപഞ്ചം ഉണ്ടായ സമയത്ത് ഫോം ചെയ്ത ഹൈഡ്രജനും ഹീലിയവും അതുപോലെ തന്നെ നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ഹെവിയർ ആയിട്ടുള്ള എലമെൻസുമാണ് ഫില്ല് ചെയ്ത് നിൽക്കുന്നത്. നമ്മുടെ സോളാർ സിസ്റ്റം ഫോം ചെയ്ത് നമുക്കറിയാം, നമ്മൾ നെബുലാർ ഹൈപ്പോത്തസിസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതേ ഇത് തന്നെയാണ്. അവർ സോളാർ സിസ്റ്റം ഫോംഡ് വെൻ നെബുല കണ്ടൻസ്ഡ്. നെബുല ഇങ്ങനെ കണ്ടൻസ് ചെയ്ത് സാന്ദ്രീകരിച്ച് വന്നിട്ടാണ് ഏതാണ്ട് ഒരു 600 കോടി വർഷങ്ങൾക്ക് മുമ്പ് 6 billion years ago ആണ് സംഭവിക്കുന്നത്. The process was very fast at first. Hydrogen fusion in our sun began during the first 1 lakh years.
സോളാർ നെബുലയിൽ ഉണ്ടായിരുന്നത് പ്രൈമോഡിയൽ ഹൈഡ്രജനും ഹീലിയവും, ആൻഡ് ഫോർ ദ മോസ്റ്റ് പാർട്ട് ദീസ് എലമെന്റ്സ് ഡോമിനേറ്റ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ആ സോളാർ നെബുലയിൽ ഉണ്ടായിരുന്ന ഏറ്റവും കൂടുതലായിട്ടുണ്ടായിരുന്ന ഹൈഡ്രജനും ഹീലിയവും തന്നെയാണ് ഇപ്പോഴും നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ഡോമിനേറ്റ് ചെയ്യുന്നത്. നെബുല കണ്ടൻസ് ചെയ്തോട് കൂടിയിട്ട് അൺറിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് വാട്ടർ റീജിയൻസിൽ നിന്ന്, അതായത് കോർ പാർട്ടിലാണ് അൺറിയാക്റ്റീവായ ഇത് നിന്നത്. അതുപോലെ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഗ്രേഡിയൻസ് ലെഡ് ടു ഡിഫറൻസിയേഷൻ ഓഫ് ദ സോളിഡ് ഗ്യാസ്. ഈ നെബുലയിൽ ഗാഷ്യസ് മെറ്റീരിയൽ ഉണ്ട്, സോളിഡ് മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ ഗാഷ്യസ് ആയിട്ടുള്ള മെറ്റീരിയൽ ഔട്ടർ ഇതിലും, സോളിഡ് ആയിട്ടുള്ളത് സെൻറ്ററിലും അല്ലെങ്കിൽ ഇതിൻ്റെ ഇന്നർ പോർഷനിലും നിൽക്കുകയാണ്. വേരിയസ് ക്ലംസ് ഓഫ് മാറ്റർ കണ്ടൻസ് ടു ഫോം പ്ലാനറ്റസിമൽസ്. അപ്പോൾ ഇതിൽ നിന്ന് ഈ നെബുല കണ്ടൻസ് ചെയ്ത് പ്ലാനറ്റസിമൽസ് എന്ന് പറയുന്ന ചെറിയ ബോഡീസ് ഉണ്ടാവും, വിത്ത് റേഡിയ റേഞ്ചിങ് ഫ്രം എ ഫ്യൂ മീറ്റേഴ്സ് ടു 1000 കിലോമീറ്റേഴ്സ്. അതായത് ഈ പ്ലാനറ്റസിമൽ എന്ന് പറയുമ്പോൾ വളരെ 2-3 മീറ്റർ റേഡിയസ് ഉള്ളത് തൊട്ടിട്ട് 1000 കിലോമീറ്റർ റേഡിയസ് ഉള്ള മെറ്റീരിയൽ വരുന്നുണ്ട്. അതിൻ്റെ കോമ്പോസിഷൻ ആണെങ്കിലോ, പ്രോട്ടോ സോളാർ സിസ്റ്റത്തിൻ്റെ കോമ്പോസിഷൻ ആണെങ്കിൽ ഭയങ്കരമായിട്ട് വാരി ചെയ്തുകൊണ്ടിരുന്നു. മിനറൽസ് ഫോംഡ് വിത്ത് ഓക്സൈഡ്സ് ആൻഡ് അയൺ നിക്കൽ ഇതുള്ള അലോയ് മിനറൽസ് ഒക്കെ തന്നെ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ പ്രോട്ടോ സോളാർ സിസ്റ്റം, ആൻഡ് മഗ്നീഷ്യം അയൺ സിലിക്കേറ്റ്സ് കോൺസെൻട്രേറ്റിംഗ് ഫാർദർ ഔട്ട്. ഇപ്പം നമ്മൾ നമ്മുടെ കോറിലൊക്കെ കാണുന്ന അയൺ നിക്കൽ പോലെ തന്നെ മൊത്തം സോളാർ സിസ്റ്റത്തിൻ്റെയും കോറിൽ ഈ മെറ്റീരിയൽ കുറച്ചും കൂടി പുറത്തേക്ക് വരുമ്പോൾ അയൺ മഗ്നീഷ്യം ആയിട്ടുള്ള ലൈറ്റർ സിലിക്കേറ്റ്സുമാണ് ഉണ്ടായത്. അതേസമയം വാട്ടർ, മീഥെയിൻ, അതുപോലെ തന്നെ വോളട്ടൈൽ മെറ്റീരിയലൊക്കെ തന്നെ ഔട്ടർ മോസ്റ്റ് സെക്ഷൻസിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതിൻ്റെ സൈസ് കാണിച്ചിരിക്കുകയാണ്, ഡസ്റ്റ് ആൻഡ് ഗ്യാസ്, പ്ലാനറ്റസിമൽ വരെയുള്ള ഇതിൻ്റെ സൈസ്. എന്നിട്ട് ടുഡേ ദ remnant heavy elements from previously existing stars are concentrated in the terrestrial planets. നമ്മൾ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്നും ജോവിയൻ പ്ലാനറ്റ്സ് എന്നും പറയുന്നുണ്ട്. ടെറസ്ട്രിയൽ പ്ലാനറ്റ്സിലാണ് സോളിഡ് മെറ്റീരിയൽ കൂടുതലായിട്ടുള്ളത്. മെർക്കുറി, വീനസ്, എർത്ത് ആൻഡ് മാർസ്. നമ്മൾ പറയുന്ന ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, ഈ പാരൻ ബോഡീസ് ഓഫ് മീറ്റിയോറൈറ്റ്സ്, ഇതൊക്കെയാണ് റെമനൻ്റ് ആയിട്ടുള്ള ഹെവി ഇത് കാണുന്നത്. എർത്ത് ആൻഡ് അതർ ടെറസ്ട്രിയൽ പ്ലാനറ്റ് സീം ടു ഹാവ് കണ്ടൻസ്ഡ് ഇൻ സ്റ്റേജസ്. പല സ്റ്റേജ് ആയിട്ടാണ് ഇത് കണ്ടൻസ് ചെയ്ത് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വന്നിട്ടുള്ളത്. The core formed first from iron nickel rich planetesimals. അയൺ നിക്കൽ ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള പ്ലാനറ്റസിമൽസ് കൂട്ടിയിടിച്ച് കമ്പൈൻ ചെയ്തിട്ടാണ് കോർ ഉണ്ടാവുന്നത്. മോർ പ്ലാനറ്റസിമൽസ് റിച്ചർ ഇൻ സിലിക്കൺ റിച്ച് ആയിട്ടുള്ള കൂടുതൽ പ്ലാനറ്റസിമൽസ് വേർ ആഡഡ് ടു ദി ഔട്ട്സൈഡ്. ഇങ്ങനെയുള്ള കോർ പാർട്ട് ഫോം ചെയ്തതിനു ശേഷം അതിൻ്റെ പുറത്ത് സിലിക്കൺ റിച്ച് ആയിട്ടുള്ള പ്ലാനറ്റസിമൽസ് ആഡ് ചെയ്ത് അങ്ങനെയാണ് ഈ കോറും മാൻറ്റിലും തമ്മിലുള്ള ഒരു ഷാർപ്പ് കോമ്പോസിഷണൽ ബൗണ്ടറി ഫോം ചെയ്യുന്നത്. Finally, planetesimals rich in volatile elements were added, ultimately leading to the Earth's early atmosphere. ഇതിനൊക്കെ ശേഷമാണ് വോളട്ടൈൽ മെറ്റീരിയൽസിൽ റിച്ച് ആയിട്ടുള്ള ഏർലി അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന രൂപത്തിൽ ശ്വസിക്കാൻ പാകത്തിലുള്ള ഓക്സിജൻ ഒന്നും ഉള്ളതല്ല. വളരെ കോമ്പോസിഷനലി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മീഥൈനൊക്കെയാണ് വളരെ ഹെവി കോൺസെൻട്രേഷനിൽ ഉണ്ടായിരുന്നത്. ഇറ്റ് സീംസ് ദാറ്റ് ഇൻ ഇറ്റ്സ് ഏർലി ഹിസ്റ്ററി എർത്ത് വാസ് എൻറ്റയർലി മോൾട്ടൺ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ തുടക്കത്തിൽ ഭൂമി ഒരു ഉരുകിയ ഗോളമായിട്ടാണ് ഉണ്ടായിരുന്നത്. ബട്ട് ഇറ്റ് സൂൺ കൂൾഡ് ആൻഡ് ഡെവലപ്ഡ് എ ക്രസ്റ്റ്. അപ്പോൾ ഏറ്റവും ഇതിൻ്റെ ഒരു സോളിഡിഫിക്കേഷൻ ആദ്യം നടക്കുന്നത് ക്രസ്റ്റ് പോർഷനിലാണ്. ഒരു ക്രസ്റ്റ് ഇന്ന് കാണുന്ന രൂപത്തിലുള്ളത് അല്ലെങ്കിൽ പോലും ഒരു പ്രൈമോഡിയൽ ക്രസ്റ്റ് ഫോം ചെയ്തു.